ഹലോ ഗായ്സ്, വെൽക്കം ടു ഡഗൌട്ട് ഡയലോഗ്സ്. ഒരു ലോ സ്കോറിംഗ് ത്രില്ലർ ആയിരുന്നു. ഇൻഫാക്ട് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് സ്കോറാണ് ഇന്ന് പഞ്ചാബ് ഡിഫെൻഡ് ചെയ്തിരിക്കുന്നത്. 2009 CSK പഞ്ചാബിനെതിരെ 116 റൺസ് ഡിഫെൻഡ് ചെയ്തു. 20 ഓവറിൽ 92 റൺസിന് പഞ്ചാബിനെ തളച്ചിട്ടു. പക്ഷേ ഇന്ന് പഞ്ചാബ് ആ റെക്കോർഡ് തിരുത്തിയിരിക്കുകയാണ്. 16 വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് KKRനെ ഒരു ഘട്ടത്തിൽ KKR ഈസി ആയിട്ട് മാച്ച് വിജയിക്കുമെന്ന് തോന്നിയ അടുത്ത് നിന്ന് ഒരു ബ്രില്യൻ ക്യാപ്റ്റൻസി ഫ്രം ശ്രേയസ് അയ്യർ. ഇവൻ ദോ പുള്ളി ബാറ്റിംഗിൽ ഫെയിലർ ആയാൽ പോലും ഒരിക്കൽ MS ധോണി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ക്രിക്കറ്റ് ഭയങ്കര ലെവലർ ആയിട്ടുള്ള ഒരു ഗെയിം ആണെന്നുള്ളത്. കഴിഞ്ഞ മത്സരം പഞ്ചാബ് തോറ്റിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനോടാണ്. അവരുടെ ഹോം ഗ്രൗണ്ടിൽ 245 റൺസ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ തോറ്റിരിക്കുന്ന അതേ പഞ്ചാബാണ് 111 റൺസ് ഡിഫെൻഡ് ചെയ്ത് KKRനെ ഓൾ ഔട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഷിഹാബ് ഈ മാച്ചിനെ കാണുന്നത്? ചെന്നൈ പഞ്ചാബ് മത്സരത്തിൽ 200+ മത്സരം വന്ന അതേ പിച്ചിൽ കളിക്കുമ്പോൾ ബാറ്റേഴ്സിന് അനുകൂലമാണ്. ബൗണ്ടറികളൊക്കെ ചെറുതാണ് കമ്പാരിറ്റീവ്ലി. അപ്പൊ ആ ഒരു ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഫസ്റ്റ് ഇന്നിങ്സിൽ ക്ഷമയില്ലാത്തതിന്റെ പേരിൽ മാത്രം വിക്കറ്റ് വലിച്ചെറിഞ്ഞ് പോകേണ്ടി വന്ന ഒരു ഇന്നിങ്സ് അവിടെ ഉദാഹരണം ഉണ്ടായിട്ടും അത് മനസ്സിലാക്കാതെ കളിച്ചതിന്റെ റിസൾട്ടാണ് KKR അനുഭവിച്ചത്. ഒന്നും രണ്ടും ബാറ്റേഴ്സ് അല്ല, 4 ബാറ്റേഴ്സ് വിക്കറ്റ് വലിച്ചെറിഞ്ഞ് പോയതാ. സിറ്റുവേഷൻ മനസ്സിലാക്കി ഒന്ന് ഡിഫെൻഡ് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ പവർ പ്ലേ തന്നെ ഒരു ഹാഫ് റൺസ് എടുക്കുന്നുണ്ട്. 6 ഓവർ 55, അങ്ങനെ 2 വിക്കറ്റ്. ഈവൻ വെങ്കടേഷ് അയ്യർ ആയാലും റിങ്കു സിംഗ് ആയാലും രമൺദീപ് സിംഗ് ആയാലും ഒക്കെ ഇവര് അനാവശ്യമായിട്ടാണ് ആ ഷോട്ട്സ് ഒക്കെ കളിച്ചിട്ടുള്ളത്. വെറുതെ വിക്കറ്റ് കളഞ്ഞത്. ജസ്റ്റ് നിന്ന് കളിച്ച് സിംഗിൾ ഇട്ട് കളിച്ചാൽ പോലും ജയിക്കുന്ന ഒരു മത്സരം. അപ്പൊ ക്ഷമ എന്നുള്ളൊരു ചില ടീമുകൾക്ക് തീരെ ഇന്റന്റ് ഇല്ലാതെ പോയി ഇവര് ഓവർ അറ്റാക്കിങ്ങിന് ശ്രമിച്ചത് കൊണ്ട് മാത്രം, ഈ ക്ഷമ പാലിക്കാത്തതുകൊണ്ട് മാത്രം തോറ്റൊരു ഗെയിം, അല്ലെങ്കിൽ ഈസി ഒരു വിൻ ഘട്ടത്തിൽ ആവുന്ന ഒരു ഒരു ഗെയിമാണ്. 14.1 ഓവറിൽ വിജയിച്ചു കഴിഞ്ഞാൽ നെറ്റ് റൺ റേറ്റിൽ മേലെ എത്താന്നുള്ള ഒരു ഇതിൽ കാരണം ടീമിലും പോയതാന്ന് തോന്നുന്നു. ആ 72 റൺസിന് അത് ആരെ വിക്കറ്റ്, രഘുവംശ വിക്കറ്റ് പോയതിൽ ആണ്ട് 7 റൺസിനുള്ള 5 വിക്കറ്റ്. എന്തായിരുന്നു അറ്റാക്കിംഗ്! അത് സാധാരണ പവർ പ്ലേ ആണ് നമ്മൾ സർക്കിളിലെ ഫീൽഡേഴ്സിനെ കാണാറ്. ഉം. ഫീൽഡേഴ്സിനെ അങ്ങോട്ട് ക്ലോസ് ആക്കി നിർത്തിയിട്ട് അറ്റാക്ക്, സ്പിന്നേഴ്സിനെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യും. ജാൻസൺ മാത്രം അതിന്റെ ഇടക്ക് പേസറായിട്ട് വരുന്നത്, മാക്സ്വെല്ലും ചെഹലും വന്ന് ഗെയിം എടുത്ത് തിരിച്ച്. പിന്നെ ഇന്നത്തെ യാൻസന്റെ പെർഫോമൻസും വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അതെ. എന്തായാലും ഒരു ഫയർ തന്നെ വേറെ ലെവലായിരുന്നു. ഈവൻ ഇൻക്ലൂഡിംഗ് ദ റസലിന് കൊടുത്ത ബോളായിരിക്കും. പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് ഓരോ കഴിഞ്ഞൊക്കെ അർഷദീപാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ജാൻസന് ആ എനിക്ക് തോന്നുന്നു ബോൾ കുറച്ച് 3 കളിയിൽ നിന്ന് കിട്ടില്ല എന്ന് തോന്നുന്നു. ജാൻസൺ ഇന്ന് കൊടുത്തേക്കുന്ന കറക്റ്റ് ആണ്. ഓപ്പണിംഗ് സ്റ്റാർട്ട് കഴിഞ്ഞ മാച്ചെല്ലാം നമ്മുടെ അർഷദീപാണ് സ്റ്റാർട്ട് ചെയ്തത്. പഞ്ചാബിന്റെ ഫസ്റ്റ് ഓവേഴ്സ് ഒക്കെ അത് ജാൻസന് സഞ്ജയ്, ആ ഓപ്പണിംഗിൽ ഇവൻ അടിച്ചപ്പോഴേ, സുനിൽ നാരായൺ ഇവൻ അടിച്ചപ്പോ ഞാൻ കരുതി ചെന്നൈ മാച്ചിന്റെ അതേ ഇതായിരിക്കുന്നു. പക്ഷെ നെക്സ്റ്റ് ബോള് പക്ക കിടിലം ബോള് കുറ്റിയെടുത്തത്. അപ്പൊ നല്ല സന്തോഷമായി എനിക്ക്. അതെ അതെ, അത് വല്ലാത്തൊരു സന്തോഷമാണ് നരയൻ ഔട്ടാവുന്നത്. ബട്ട് ജാൻസന്റെ ഇന്ന് കൊടുത്തേക്കുന്നതെല്ലാം അങ്ങനെയാണ്. ഓരോ ഓവറും നല്ലപോലെ, അതായത് കറക്റ്റ് വേണ്ട വിക്കറ്റ് വേണ്ട ടൈമിലെല്ലാം പുള്ളി വിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത്. ആ രണ്ടാമത്തെ ഓവർ ഒഴിച്ച് ബാക്കി 3.1 ബോൾ എറിയുന്നുണ്ട്. ആ 4 ഓവറിൽ വരുമ്പോഴും ആ രണ്ടാമത്തെ ഓവർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വിക്കറ്റ് ഉണ്ട്. ആ മൂന്ന് ഉം, ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ ആൾ വരുന്നുണ്ട്. മൂന്ന് അതെ അതെ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ ആൾ വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട്. ഒന്ന് മിഡില്, ഒന്ന് ഡെത്ത്, ഒന്ന് ഓപ്പണിംഗ്. ചെഹല് പറ്റ ഫോം ഔട്ടുള്ള ചെഹലിന് ഇവര് ഓവർ അറ്റാക്ക് ചെയ്യാൻ നോക്കിയതിന്റെ റിസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. എന്നാലും ബിഷ്ണോയ് ഫോം ഔട്ട് ചെയ്യുന്നു. CSKക്കെതിരെ സെയിം സംഭവം തന്നെ ഇവിടെ. ഈ QD കാണിച്ചതും മണ്ടത്തരാ. അവനും ഒരു വിക്കറ്റ് പോയ സമയത്ത് ഒന്ന് കുറച്ചൊക്കെ ക്ഷമ ആവല്ലോ. അവനും വിക്കറ്റ് പോകുന്നു. അടുത്ത വന്ന ആളും കളിക്കുന്നത് ബിഗ് ഷോട്ടിനാണ്. അത് ജസ്റ്റ് മിസ്സായത്, അല്ലെങ്കിൽ 7-3 എന്നുള്ള ഫുട്ബോൾ അതെ അതെ, സ്കോർ ആയിരുന്നു. കുറച്ച് പിന്നിലേക്കായിരുന്നെങ്കിൽ അത് കറക്റ്റ് ആ ക്യാച്ചാണ്. കറക്റ്റ് ക്യാച്ച് നിന്ന് പിടിക്കായിരുന്നു. പിന്നെ ഇന്ന് പഞ്ചാബിന്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഫീൽഡിംഗ് മിസ്റ്റേക്സ് ഓൾറെഡി വന്നിരുന്നു. ഇത്ര ചെറിയ സ്കോറൊക്കെ ഡിഫെൻഡ് ചെയ്യുമ്പോഴുള്ള അപ്പൊ 4 ഫീൽഡിംഗ് മിസ്റ്റേക്സ്. ആ ക്യാച്ച്, രഘുവൻഷിയുടെ ക്യാച്ച് വന്ന പാട്, പിന്നെ ബാർലറ്റ് പന്തെടുത്ത് എറിയുമ്പോൾ ബാക്കിലോട്ട് പോയത്, യാൻസൻ ബൗണ്ടറി കറക്റ്റ് ഡൈവ് ചെയ്ത് സക്സസ് ആയി. പക്ഷെ ഡൈവ് ചെയ്ത് പോയതിന്റെ കൂടെ ബോളും കൊണ്ടുപോയി. പിന്നെ ശശാങ്കിന്റെ ഒരു ഇതോ അവരുടെ ഒരു 10-16 റൺസ് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. സോ അവരുടെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു റൺസ് നിർണായകമാവുമെന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ ചിലപ്പോൾ തോന്നിപ്പോയി. കാരണം 95 റൺസ് റസൽ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ 3 ഷോട്ട് കൊണ്ട് കളി വിജയിപ്പിക്കാൻ കഴിയുന്നേ ഉള്ളൂ. എന്തായാലും പഞ്ചാബ് വിജയിച്ചു. ഞാൻ പഞ്ചാബ് വിജയിക്കണം എന്നുള്ള ഒരു കാരണം നമ്മള് ഒരിക്കൽ പണ്ടുള്ള കാര്യം തോന്നുന്നു. സെക്കൻഡ് ഇന്നിംഗ്സിൽ തോറ്റ് കിടക്കുന്ന ടീം വിജയിച്ച് കയറുമ്പോൾ ഒരു ഉം. കിക്ക് വേറെ തന്നെയാണ്. അപ്പൊ അത് വിജയിച്ച് കഴിയുമ്പോൾ സന്തോഷം. പ്രത്യേകിച്ച് ഇതുപോലെ ലോ സ്കോറിംഗ് മാച്ചസ് ആ അതെ അതെ. അത് ഡിഫെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ചേസ് അല്ല ചെയ്യുന്നത് മേ ബി എല്ലാവർക്കും പറ്റും. പക്ഷേ അതെ, ഇത്രയും ലോ പലർക്കും സ്കോറിൽ ഈ ഒരു ഇരായിലാണ്. പിന്നെ 20 ഓവർ എറിഞ്ഞ് 16 ഓവർ അതെ സ്പിന്നേഴ്സ്. അതെ, അല്ല ഞാൻ പറഞ്ഞതാണ്, പൊതുവെ ആ ആ ടൈമില് 90 റൺസിനൊക്കെ ഓൾ ഔട്ട് ആവുന്ന സ്ഥിരം കാഴ്ചയായിരുന്നു. തൊണ്ണൂറ് അതെ അതെ. റൺസിന് 100 റൺസിനൊക്കെ ഓൾ ഔട്ട് ആവുന്നതൊക്കെ. ഇപ്പൊ ഈ 2025 240 പോലും സേഫ് സ്കോർ അല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അവർ 111 റൺസ് ചേസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടത് ഒരു ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് ഡിഫീറ്റ് ഉണ്ടല്ലോ ന്യൂസിലാൻഡുമായിട്ട് ഇപ്പം കഴിഞ്ഞ വർഷം ആ നടന്നില്ലേ. അതെ അതെ അതെ. അതുപോലെ അതുപോലെ ഇത്രയും ബാറ്റിംഗ് നല്ലൊരു പിച്ച് ഉണ്ടായിട്ട് വെറുതെ ബാറ്റേഴ്സ് വലിച്ചെറിഞ്ഞ വിക്കറ്റ് കാരണം ഇത്രയും സ്കോറിൽ ഒതുങ്ങിപ്പോയ ലോ സ്കോറിംഗ് മാച്ച് ആയി പോയതാണ്. കാരണം അത്രയും ബാറ്റിംഗ് പിച്ചാണ്, റോഡാണ്. അതെ ഓവർ അതെ. നല്ല 200 അതാണ് പ്ലസ് വരേണ്ട ഒരു ഗ്രൗണ്ടാണ്. കുറെ അടുത്ത മാച്ചസ് ഉണ്ട് ഇവർക്ക് ചേസ് ചെയ്യായിരുന്നു. ഇന്റർനാഷണൽ. ഇങ്ങനെ
ഇങ്ങനെ സാമ്യമുള്ള കുറെ മാച്ചസ് ഉണ്ട്. ഇന്ത്യ തന്നെ ഈഡൻ ടെസ്റ്റ് ഒക്കെ അതൊക്കെ അതിൽ പെട്ട ഫേവറേറ്റ് സംഭവങ്ങൾ. വേറെ ഇപ്പൊ ഇന്ന് രണ്ട് ടീമുകളും ആ ക്ഷമ എന്നുള്ള ഇത് പാലിക്കാത്തതുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നം. പക്കാ റോഡ് കിട്ടിയിട്ട് അവിടെ ക്ഷമിച്ച് കളിച്ചിരുന്നെങ്കിൽ നല്ല ക്വാളിറ്റി ബാറ്റേഴ്സ് ഉള്ള ടീം ഇന്ത്യയുടെ ടീം. പഞ്ചാബിന്റെ ഓരോ ബാറ്റേഴ്സും ക്യാപ്റ്റൻ അയ്യർ പോലും വന്നിട്ട് കളിക്കുന്നത് അനാവശ്യ ഷോട്ട്, അയാൾക്ക് ട്രാപ്പ് ഒരുക്കി കൊടുത്തിട്ട് ആ ട്രാപ്പിൽ വീഴുന്നു. പിന്നെ അടുത്ത വന്നതാണ് ഡെപ്ത് അതും അല്ല, റിപ്പീറ്റഡ് ആയിട്ട് സെയിം ബോളർ സെയിം ഫീൽഡർ. അതെ സെയിം സ്ഥലത്തേക്ക് അടിച്ചു കൊടുക്കുന്നത്. നല്ല ഡെപ്ത് ഉണ്ടായത്. രണ്ട് ടീമിനും 8-9 ബാറ്റേഴ്സ് ബാറ്റ് ചെയ്യാൻ ഇല്ല ആളുണ്ട്. പഞ്ചാബിലില്ല, Depth. പഞ്ചാബില് അതില്ല. കാരണം മാക്സ്വെലിന്റെ ബാറ്റ് റേറ്റ് കൂട്ടാൻ പറ്റില്ല. കാരണം വിക്കറ്റ് ആണ്. 14 ലാസ്റ്റ് 14 ഇന്നിങ്സ്, അതായത് 2024 മുതൽ IPL 93 റൺസ് 84 പന്തില്, 6 ആറാണ് ആവറേജ്. അശ്വിന് വരുന്നുണ്ട് 13 എങ്ങാനും. കുറെ ബോളേഴ്സിന് അയാൾക്കായി ആവറേജ് ഉണ്ട്. എന്തിനാ അങ്ങനെ ഒരു കളിക്കാരൻ ടീമിൽ അസേ ബോളർ അയാൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. RCB ആയാലും ആയാലും അത് ഏറ്റവും രസകരം 72 മൂന്നാമത്തെ വിക്കറ്റ് പോകുന്നതിൽ 7 റൺസിനിടയില്ല, 4 ഓവറിനിടയിൽ വെറും 7 റൺസ് 5 വിക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട്. ചഹല്, യാൻസൻ, മാക്സ്വെല്, വീണ്ടും ചഹലാണ്. ഇവര് 4 പേര് എറിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ചഹൽ റഹാന ചെയ്തത് വലിയ മണ്ടത്തരമായി. റഹാനയുടെ വിക്കറ്റ് മിസ്സിങ് ഇതല്ലേ, ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് രഹാനയുടെ ആയിരുന്നില്ലേ ഓവർ ബാറ്റ് കോൺഫിഡൻസ് റിവ്യൂ ഉള്ള സമയത്തും എടുക്കാൻ മണ്ടത്തരാണ്. കാരണം എടുക്കാതെ പോയി. ചെറിയ സ്കോറിൽ ജയിക്കും എന്ന് വിചാരിച്ചു കാണും, അതെ, വെറുതെ റിവ്യൂ അതന്നെ. വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു കാണും. അതിപ്പോ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ആ സിറ്റുവേഷനിൽ അങ്ങനെ ആയതായിരിക്കും. സ്റ്റിൽ ബാക്കിയുള്ള ബാറ്റേഴ്സ് ഇറസ്പോൺസിബിൾ ബാറ്റിംഗ് കാഴ്ചവെച്ചുകൊണ്ട് മാത്രം തോറ്റുപോയ കളിയാണ്. ഈസി ചേസ് അല്ല, അത് ഇത്ര വലിയ ടാസ്കുള്ള കഴിയുന്നല്ല. തുടർച്ചയായ 5 തോൽവിക്ക് ശേഷം CSK ഒരു വിജയം നേടിയിരിക്കുകയാണ്. അതും LSGക്കെതിരെ അവരുടെ തട്ടകത്തിൽ വെച്ച്. ഒരുപാട് കാലത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു 6 വർഷത്തിന് ശേഷം MS ധോണിക്ക് ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് കിട്ടി. ഈ ടൂർണമെന്റിൽ ഉടനീളം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ബാറ്റിംഗ് പക്ക ദുരന്തമായിട്ടുള്ള ഒരു ടീമാണെങ്കിൽ പോലും ബോളിംഗ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ കുറെ ദിവസങ്ങളായിട്ട് 100 തന്നെയാണ്. ജഡേജയും ഒരു ടൈറ്റ് ഓവർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാച്ചസിലായിട്ട്. പതിരാണ് ആദ്യം കുറച്ചധികം റൺസ് കൺസിഡർ ചെയ്തെങ്കിൽ പോലും അവസാനത്തെ ഓവറിൽ പുള്ളി തിരിച്ചു വന്നു. നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് ചെന്നൈ കാഴ്ചവെക്കുന്നുണ്ട്. അതേസമയം ഋഷഭ് പന്ത് എന്നുള്ള ഒരു ക്യാപ്റ്റന്റെ ക്യാപ്റ്റൻസി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2 സിമിലർ ഓപ്ഷൻ ബൈസ്, ഋഷഭ് പന്ത് ഫോർ LSG ആൻഡ് ശ്രേയസ് അയ്യർ ഫോർ പഞ്ചാബ് കിങ്സ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ക്യാപ്റ്റൻ ഒരു ടീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഇമ്പാക്ട് ആസ് എ ക്യാപ്റ്റൻ. ഇന്നലെ പന്ത് ചെയ്തൊരു മിസ്റ്റേക്ക് ആണ് ധോണി ബാറ്റിംഗിന് ഇറങ്ങിയ സമയത്ത് രവി ബിഷ്ണോയെ കൊണ്ടുവന്നില്ല എന്നുള്ളത്. അതൊരു വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് പിന്നീട് അത് ആക്ച്വലി ഒരു മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. ദുബൈയെ പേടിച്ച് കൊടുക്കാതിരുന്ന, ദുബൈ ഔട്ടാകാതിരുന്നത് കൊണ്ട് ചെന്നൈക്ക് ഒരു പക്ഷെ ഉപകാരമായി. ദുബൈക്ക് ഇനിയും സ്പിന്നേഴ്സിനെ കൊടുക്കാതിരിക്കുന്നതിൽ കാര്യമുണ്ടോ? അതെ, ദുബൈ അത്രയും ഒരു പവർ ഹിറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല 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 അവസാനം ഇല്ല. കുറച്ച് ഒരു 6ഉം 4ഉം അടിച്ചത് കൊണ്ട് ആ മാത്രം 40 റൺസിലേക്ക് എത്തിയാണ്. ആ പേടി അത്രയും സ്ലോ ആണ്. അല്ല, ആ പേടി സ്ലോ അല്ല, കണക്ഷൻ വരുന്നില്ല. അയാൾ ശ്രമിക്കുന്നുണ്ട്. ഒന്നാമത് ഫുട് വർക്ക് ഇല്ലല്ലോ അയാൾക്ക്. ഇവർക്കില്ലെന്ന് മാത്രമല്ല, ഡുബൈ ഭയങ്കര എക്സ്പോസ്ഡ് ആയില്ലേ. ഒരു അതെ, കഴിഞ്ഞ സീസണിന്റെ സെക്കൻഡ് ഹാഫ് മുതൽ പുള്ളി ഈ എക്സ്പോസ്ഡ് ആണ്. ഈ പുള്ളിക്ക് അറിയാം എവിടെ സീസണിൽ ബോൾ ഇട്ട് കഴിഞ്ഞാൽ പുള്ളി സ്ട്രഗിൾ ചെയ്യുന്ന അറിയാം. ഈ സീസണിൽ തന്നെ അയാളുടെ വിക്കറ്റുകൾ 5-ൽ 4 പ്രാവശ്യം വിക്കറ്റ് എടുക്കുന്ന സ്പിന്നേഴ്സ് ആണ്. അതും ഒരു സ്പിന്നറിനെ എതിരെ പോലും അയാൾക്ക് 2 സിക്സ് കോൺസിക്യൂട്ടീവായിട്ട് അടിക്കാൻ പറ്റിയിട്ടില്ല. CSKയുടെ ബോളിങ്ങിനെ കുറിച്ച് സംസാരിച്ചു വന്നത്, അത് നമ്മള് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2018 ശേഷം ഒരു നല്ല ബോളിംഗ് യൂണിറ്റ് ഇപ്പോഴാണെന്ന് തോന്നുന്നു CSK ആയത്. പക്ഷെ അപ്പോഴത്തേക്ക് ബാറ്റിംഗ് പോയി. ബാറ്റിംഗ് ബോളിംഗ് യൂണിറ്റ് കംപ്ലീറ്റ്ലി ഓക്കെ എന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഫാർ ബെറ്റർ ദാൻ ബാറ്റിംഗ് യൂണിറ്റ്. പിന്നെ അവര് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. ഷെയ്ഖ് റഷീദ് എല്ലാവരും ആഗ്രഹിച്ചു. ഇപ്പോഴത്തെ ഈ സീസണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CSK ഫാൻസിന് എല്ലാവർക്കും അവരുടെ ബെഞ്ച് സ്ട്രെങ്ത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെ കുറിച്ചും അറിയാം. ബെഞ്ചിലുള്ള ഏതൊക്കെ പ്ലേയേഴ്സ് എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. 19 അതൊരു വല്ലാത്തൊരു ഇതാണ്. ഇപ്പം സായി കിഷോറിനൊക്കെ CSK ഫാൻസ് ഓർക്കുന്നുണ്ടെന്ന് പോലും അറിയില്ല. ജോർജ് ബെയ്ലി അടക്കം CSKയുടെ ബെഞ്ചിലിരുന്ന ആളാണ്. CSKയുടെ ബെഞ്ച് എന്ന് പറഞ്ഞാൽ സാന്റർ, ജോർജ് ബെയ്ലി, സായി കിഷോർ ഇതുപോലെ ഉള്ള നല്ല നല്ല പ്ലേയേഴ്സ് ഒക്കെ ഇരുന്ന ബെഞ്ചാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഒരു നാഗർകോട്ടിനെ എല്ലാവർക്കും അറിയാം. ഒരു ആൻഡ്രി സിദ്ധാർത്ഥിനെ എല്ലാവർക്കും അറിയാം. രാമകൃഷ്ണ ഘോഷിനെ എല്ലാവർക്കും അറിയാം. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചിലുള്ള പ്ലേയേഴ്സിനെ കുറിച്ച്. 25-ൽ 19 പ്ലേയേഴ്സും കളിച്ചു കഴിഞ്ഞു. അതെ, എനിക്ക് അല്ല, തോന്നുന്നു കളിച്ചോട്ടെ, ഹിസ്റ്ററിയിൽ 25 ആദ്യമായിട്ടായിരിക്കും. കളിച്ചോട്ടെ. അല്ല, അത് പഠിപ്പിക്കാൻ 25 വെച്ചിട്ട് കളിച്ചോട്ടെ. കാര്യമില്ലല്ലോ. അതെ അതെ. ഇപ്പൊ അതെ കളിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതെ. ഓക്കെയാണ്. മറ്റേ കപ്പ് എടുക്കുക എന്നുള്ള സിറ്റുവേഷനിൽ ഞാൻ പ്രിഫർ ചെയ്യുക എക്സ്പീരിയൻസ് അത്. പക്ഷെ അവർക്ക് ടാലന്റഡ് ആയിരിക്കണം. കൂടാ ശങ്കർ ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഒന്നും ആയിരിക്കരുത്. ബെഞ്ചിൽ നിന്ന് പ്ലേയേഴ്സ് വരേണ്ട നിർബന്ധമാണ്. ത്രിപാഠിക്കൊക്കെ ഇനിയും അവസരം കൊടുക്കണം എന്നുള്ളത് ഒരു സംശയമാണ്. കാരണം അയാൾക്ക് പറ്റുന്നില്ല. അയാൾ കോൺഫിഡന്റ് ആണ്, പക്ഷെ അയാൾ കളിക്കാൻ പറ്റുന്നില്ല. ഫോം ആവുമായിരിക്കും, ആയിക്കഴിഞ്ഞാൽ നല്ലത്, പക്ഷെ ആവും തോന്നുന്നില്ല. ത്രിപാഠി, വിജയ് ശങ്കർ, പിന്നെ എന്തെങ്കിലും ഒരു ബാറ്റിംഗ് തകർച്ച വന്നാൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നത് ദീപക് കൂടെയാണ്. അത് മാത്രമല്ല ഫോളോഡ് ബൈ രവീന്ദ്ര ജഡേജ, രവിചന്ദ്രൻ ആ അശ്വിൻ. KKR ഇതാണ് ഒരു ടീമിന്റെ മാച്ചിലൊക്കെ ബാറ്റിംഗ്. കൂടെ വന്ന് എനിക്ക് തീരെ പറ്റിയില്ല ആസ് എ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട്. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. പിന്നെ ആ ഗതികേട് കൊണ്ട് ഇറക്കിയതായിരിക്കും. 100 കടക്കണം എന്നുള്ള കടക്കാൻ വന്ന ആൾ 4 പന്തിൽ 0 അങ്ങനെ എന്താ എടുത്തത്. ജഡേജ എന്നുള്ള ബാറ്റർ CSK മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ 9ഓ 8ഓ അവിടെ ഇങ്ങനെ ഇറങ്ങിയാൽ മതി. ഈ 4 വന്നു കഴിഞ്ഞാൽ ടീം തോറ്റു എന്നുള്ള സിറ്റുവേഷൻ. കാരണം ഇന്നലെ സിമ്പിൾ ആക്കി ഷെയ്ഖ് റഷീദും രജനി രവീന്ദ്ര പോസിറ്റീവ് ഗെയിം ആയിരുന്നു. നല്ല ഗെയിം ആയിരുന്നു ഇന്നലെ.
എനിക്ക് തോന്നുന്നു അയാളുടെ രണ്ടാമത്തെ മൂന്നാമത്തെ നല്ല ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം CSKക്ക് വേണ്ടിയിട്ട്. ആ നല്ല സ്റ്റാർട്ട് കൊടുത്തിടത്തുനിന്ന് ഗെയിം അങ്ങ് ഇവർക്ക് വേണ്ടി ടൈറ്റ് ആക്കി കൊടുക്കുന്നത്. റണ്ണേ പോലും എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള സ്കോർ ആവും. അത് 54 പന്തിൽ 52 റണ്ണാണ് മിഡിൽ ഓവേഴ്സിൽ വരുന്നത്. പ്രധാന ഉത്തരവാദി മൂന്ന് പേര്: ത്രിപാഠി, ജഡേജ, ദൂബെ. ദൂബെ കണ്ടിന്യൂസ് 30 പന്തിൽ 25 റൺസ് ആയിരുന്നു ഒരു സമയത്ത്. അതില് അതിന്റെ ഇടക്ക് സ്റ്റാർട്ടിങ്ങിൽ അയാൾ 9 പന്തിൽ 12 റൺസുണ്ട്, പിന്നെ 19 പന്തിൽ 10 റൺസ് എടുക്കുന്നത്. എന്ത് ദുരന്തമാണ് ആ ഒരു ടീമിനെ സംബന്ധിച്ചിട്ട്. ഇന്നലെ കളി ജയിച്ചത് കൊണ്ടാണ് ഡൂബയ്ക്ക് ഒരുവിധം ട്രോൾ ഒഴിവായെന്ന് പറയാം. ഹേറ്റ് പറഞ്ഞത്. സ്റ്റിൽ അത് ബാധ്യതയാണ് ടീമിന്. ഒരു 180, 90, 200 ഒക്കെ ചേസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് സീരിയസ് ആയിട്ട് തോറ്റേനെ. ഇപ്പോഴത്തെ CSKയുടെ കണ്ടീഷൻ വെച്ച് കളിപ്പിക്കാൻ പറ്റിയ പ്ലെയർ അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ധൂപം ഒന്നും ഇല്ല ഇപ്പോ. എനിക്ക് തോന്നുന്നു ധൂപിനെ ഇപ്പൊ കളിപ്പിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം ഒന്നും പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഒരു ഓവർ പോലും ബോൾ ചെയ്യുന്നില്ല. ഫീൽഡിംഗ് മഹാ സ്ട്രോങ്ങാണ് പുള്ളിയുടെ. ബാറ്റിംഗ് ആണെങ്കിൽ ഫീൽഡിംഗിൽ പതിരാണ് ഇറങ്ങുന്നത്. അയാൾ ഇറങ്ങുന്നില്ല ഇപ്പോ. കഴിഞ്ഞ ഗെയിമിൽ ആളെ തട്ടി. അത് ഷെയ്ഖ് റഷീദിന്റെ ഒരു ഋതുരാജിന്റെ ഒക്കെ ഒരു സ്റ്റൈല്. പിന്നെ പവർ അത്രയും നമ്മളിപ്പം പ്രിയൻഷി, ആര്യ അവരൊക്കെ വന്ന് സ്കോർ ചെയ്യുന്ന പോലൊരു ഇന്നിങ്സ് പ്രതീക്ഷിക്കാതിരിക്കാം. ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഒരു സിക്സ് ഹിറ്റിംഗ് എബിലിറ്റി ഉണ്ടോ എന്നുള്ളത് പോകെ അറിയാനേ പറ്റുള്ളൂ. കളിച്ച ഷോട്ട്സ് ഒക്കെ അടിപൊളി അടിപൊളി ടൈമിങ്. പക്ഷെ കംപ്ലീറ്റ്ലി ഋതുവിന്റെ ഒരു ടാലന്റ് ഉണ്ടോന്ന് അറിയില്ല. സ്റ്റിൽ ബെറ്റർ ദാൻ ഇപ്പോ കളിച്ച കുറെ പ്ലേയേഴ്സിനേക്കാൾ എത്ര ബെറ്റർ ആണ്. ഋതുവിന്റെ ടാലന്റഡ് ഉള്ള പ്ലെയർ ആണെന്ന് തോന്നിയിട്ടില്ല. കാരണം ഋതു ഹൈലി ടാലന്റഡ് ആണ്. ഋതുവിനെ ശരിക്കും ആരോ ഏതോ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് ഓവർ റേറ്റഡ് എന്നൊക്കെ. അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്. അയാൾക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല ഇന്ത്യയിലൊന്നും. CSKയുടെ 4 സീസണിലായിട്ട് ടോപ്പ് സ്കോറർ, 3 സീസണുകളിൽ 550 കണ്ടിന്യൂസ് അടിച്ചിട്ടുള്ള 2 പ്ലേയേഴ്സിൽ ഒരാള്. ഇങ്ങനെയൊക്കെയുള്ള ഒരു റെക്കോർഡുള്ള ആളെ ഓവർ റേറ്റഡ് എന്നൊക്കെ പറയാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ. ആ CSK ഫാനാണ് പറയുന്നത്. അതിൽ ടാലന്റഡ് ആളാണ് അയാൾ. കൺസിസ്റ്റന്റ് അല്ല ആയിരുന്നു ഈ സീസണിലും, അത് ഓക്കെ. പക്ഷെ അയാൾ കൊണ്ടാണ് ആ മുംബൈ ഗെയിം വിജയിക്കുന്നത് CSK. രജനും ആ റഷീദിന്റെ ഓപ്പണിംഗ് കുഴപ്പമില്ല. നമുക്കൊരു പോസിറ്റീവ് ആണ്. അതെ, ഇന്നലെ നല്ല ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷെ രജിൻ എങ്ങനെ കളിക്കും എന്നുള്ളത് അറിയില്ല. രജിൻ കഴിഞ്ഞ സീസണിൽ ഇതേപോലെ തന്നെ, ഈ സീസണിൽ ഇതേപോലെ തന്നെ കുറെ ഗെയിം അയാൾ വേസ്റ്റ് ആണ്. പക്ഷെ ഇന്നലത്തെ ഗെയിം പക്ക പോസിറ്റീവ് ഗെയിം ആയിരുന്നു. ഒരിക്കൽ പോലും ഗെയിം സ്ലോ ആക്കിയിട്ടില്ല. അതെ, ആ ഫസ്റ്റ് 2 ബൗണ്ടറി അടിക്കുന്നതുകൊണ്ട് തന്നെ റഷീദിന് അടുത്ത ഓവർ തൊട്ട് പുള്ളി ഒരു കോൺഫിഡന്റ് ആയി. അതെ അതെ, ആ ഒരു കോൺഫിഡന്റ് കാണിക്കുന്നുണ്ട്. റഷീദിനെ കുറച്ചുകൂടി ഈസി ആക്കിയത് എനിക്ക് തോന്നുന്നു രജിന്റെ ആ 2 ബൗണ്ടറീസ് ഫസ്റ്റ് ഓവറിൽ വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ സമ്മർദ്ദത്തിലായി. CSK ആദ്യമായിട്ടാണ് ഫസ്റ്റ് 3 ഓവറിൽ മൾട്ടിപ്പിൾ ബൗണ്ടറീസ് നേടുന്നത് പവർ പ്ലേ സീസണിൽ. അതിൽ ആദ്യത്തെ 3 ഓവറുകളിലും 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബൗണ്ടറി നേടുന്നത് ആദ്യമായിട്ടാണ്. ഇതുവരെ നേടിയിട്ടില്ല അങ്ങനെ. അത്രയും ദുരന്തമായിരുന്നു ടീം എന്നർത്ഥം. വിജയ് ശങ്കറിനെയൊക്കെ പല ഗ്രൂപ്പുകളും വിജയ് ശങ്കറിനെ എന്തിനാ കളിപ്പിക്കുന്നത്, വിജയ് ശങ്കറിനെ അവൻ 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 കാണിക്കുന്ന ഒരു ഇന്റന്റ് പോലും അവിടെ ഈ പലരുടെയും ഫേവറേറ്റ് ആയ ഹൂഡയും ത്രിപാഠിയും കളിക്കുന്നില്ല. അവനൊരു എബിലിറ്റി ഉണ്ട്. വിജയ് ശങ്കർ വലിയ കിടിലം പ്ലെയറോ ടാലന്റഡ് മൾട്ടി ടാലന്റഡ് 3D എന്നൊക്കെ പറയുമെങ്കിൽ പോലും അത്രയും വലിയ പ്ലെയർ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ട് പോലും പുള്ളിയെ കൊണ്ട് നമ്മളിപ്പം വയ്യാത്ത ഒരു വ്യക്തി ഒരു കല്ലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ പുള്ളി അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്രീഷിയേറ്റ് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വിജയ് ശങ്കറിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പുള്ളി ആ CSK സ്ക്വാഡിൽ അല്ലെങ്കിൽ ആ വീക്കസ്റ്റ് പ്ലെയർ ആയിരിക്കും. ഹൂഡ, ത്രിപാഠി, വിജയ് ശങ്കർ എല്ലാം ഒരേ കാറ്റഗറി പറഞ്ഞത്. എന്നിട്ട് പോലും അതിൽ കാണിക്കുന്ന ഒരു ഇന്റന്റ് കാണിച്ചത് ആ പുള്ളി മാത്രമാണ്, വിജയ് ശങ്കർ മാത്രമാണ്. അതിൽ കാര്യമില്ല സഞ്ജയ്. ധോണിയെ വരെ അംഗീകരിക്കുന്നില്ല. ധോണി ഇപ്പൊ ലാസ്റ്റ് സീസണിൽ 225 സ്ട്രൈക്ക് റേറ്റ് കളിച്ച് ധോണി മോശക്കാരനാണ്. ഇപ്പതാ ഈ വർഷം 100 ഇത്ര റൺസ് ആയില്ല ഓൾറെഡി. റൺസ് പോലും കുറെ ലെജൻഡുകൾ പല ടീമുകളിലും ഓപ്പണർ ആയിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. 6 ലിസ്റ്റിലൊക്കെ എത്രയേ ഹിറ്റേഴ്സ് പിന്നിലാണ്. അപ്പൊ ധോണിയെ വരെ അംഗീകരിക്കാൻ ഒരുപാട് മാച്ചസ് ഔട്ട് ആവുന്നില്ല. ഇവന്മാര് മിഡിലിൽ കളിച്ചാലല്ലേ ഈ ധോണിയുടെ ഇന്നിങ്സ് കൊണ്ട് ഗുണമുള്ളൂ. കാരണം പണ്ടത്തെ ധോണി ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് ഇന്നലെ ജയിക്കാൻ അധികം റൺസ് ഒന്നും വേണ്ടിയിരുന്നില്ല. വളരെ കുറച്ച് റൺസ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഒരു സിനാരി വെച്ച് നോക്കുകയാണെങ്കിൽ 160, 165 റൺസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ റൺസ് ആണ്. ഈസിലി എടുക്കാൻ പറ്റുന്ന റൺസ് ആണ്. പക്ഷെ ദുബൈയുടെ ഒക്കെ ഒരു ബാറ്റിംഗ് കാണുമ്പോൾ മാക്സിമം പ്രഷർ ധോണിയിലേക്ക് എത്തിക്കുക, ഒരു സുഖമായിട്ട് ഒരു 7 റൺ റേറ്റിൽ കളിക്കാൻ പറ്റുന്ന ഒരു മാച്ചിനെ കൊണ്ടുപോയിട്ട് 11, 12 റൺ റേറ്റിലേക്ക് എത്തിക്കുകയാണ്. അത്രയും പ്രഷർ ധോണിക്ക് കൊടുക്കുകയാണ്. ചിലപ്പോൾ ആ സ്പിന്നേഴ്സ് ആ ടൈമിൽ വന്ന് കുറച്ചും കൂടി ധോണി സ്ട്രഗിൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ മത്സരം കയ്യിൽ നിന്ന് പോയത്. അല്ല, ധോണിക്ക് പ്രഷർ കൊടുത്തു കഴിഞ്ഞാലേ മറ്റുള്ളവർക്ക് എതിരായിട്ടുള്ള ട്രോളെല്ലാം ധോണിയുടെ തലയിലോട്ട് പോകുള്ളൂ. എല്ലാരും ധോണി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും. ഈ മിഡിലിൽ കളിക്കുന്നവരും ഒന്നും അപ്പോഴും വരില്ല. ധോണി ആയിരിക്കും ഫിനിഷ് ചെയ്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞ ഫിനിഷ്ഡ് പ്ലെയർ എന്ന് പറയും, ഫിനിഷ്ഡ് ഫിനിഷർ എന്ന് പറയുന്നത് അങ്ങനെ തോന്നുന്നു. ഇതവര് ഏറ്റെടുക്കുന്നുണ്ട്. CSKന്റെ ഇത് കാണിക്കുന്നുണ്ട് തോന്നുന്നു. കഴിഞ്ഞ സീസണുകളിൽ കണ്ടൊരു CSK അല്ല, മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഐ മീൻ ദുരന്തമാണെന്ന് CSK അറിയാം, നമുക്കറിയാം. പക്ഷെ ബെഞ്ചിൽ നിൽക്കുന്ന പ്ലേയേഴ്സിനായാലും പരീക്ഷിക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മുടെ അശ്വിന്റെ എക്സ്ക്ലൂഷൻ. വല്ലാത്തൊരു എക്സ്ക്ലൂഷൻ ആയിരുന്നു. ഞാൻ വേണമെന്ന് പല ഗ്രൂപ്പിലും കിടന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ കളിയിൽ ആ 3ാമത്തെ ഓവറൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു
ഫെയർവെല്ലാണോ അശ്വിന്റെ എന്ന് വിചാരിച്ചു. കറക്റ്റ് ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. അതെ. മേ ബി ഇടയ്ക്ക് വന്നേക്കാം, എന്നാലും എനിക്കെന്തോ ഫെയർവെല്ലാണെന്ന് ഫീൽ ചെയ്തു. അന്ന് മൂന്നാമത്തെ ഓവർക്ക് ധോണി ആൾമോസ്റ്റ് കൈവിട്ട പോലെ ആ മാച്ച് അങ്ങ് വിട്ട് കൊടുക്കുകയാണ്. അത് അശ്വിനൊക്കെ ചുമ്മാ എടുത്ത് കൊടുക്കുകയാണ്. ആൾറെഡി 2 ഓവർ അടി കിട്ടി നിൽക്കുകയാണ്. എന്നിട്ട് മൂന്നാമത്തെ ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഫെയർവെല്ലായിട്ടാണ് ഫീൽ ചെയ്തത്. മേ ബി ആയിരിക്കാം. സഞ്ജയ്, പക്ഷേ അശ്വിൻ ഉണ്ടല്ലോ, CSK ടീമിലേക്ക് വന്നതിന് ശേഷം അശ്വിൻ പറഞ്ഞൊരു കാര്യം, ഒരു ലോങ് ടേമിനെ കുറിച്ച്, ഒരു ലോങ് റണ്ണിനെ കുറിച്ചാണ് പുള്ളി സംസാരിച്ചത്. നിങ്ങൾ സർപ്രൈസ് ആവരുത്, ഞാൻ ഒരുപാട് വർഷങ്ങൾ ഇനിയും CSKക്ക് വേണ്ടി കളിച്ചാൽ നിങ്ങൾ സർപ്രൈസ്ഡ് ആവരുത് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി കൊടുത്തിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഒക്കെ പുള്ളി മറക്കുന്നതാണ് നല്ലത്. മറന്നു കഴിഞ്ഞാൽ അതെ. ആ പുള്ളിയെ ഇത്രയും വലിയൊരു പ്ലെയർ ആക്കി കൊണ്ടുവന്ന ഒരു ക്ലബിന് പുള്ളി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അല്ലെങ്കിൽ പുള്ളി പെർഫോം ചെയ്യണം. പുള്ളിക്ക് പറ്റില്ല. ഒരു ആരെയും നമുക്ക് അടിച്ചു പറയാൻ പറ്റില്ല. എന്നാലും പുള്ളിയെ കൊണ്ട് പഴയ ആ ഒരു ഇതൊന്നുമില്ല. നല്ല ടേണോ അല്ലെങ്കിൽ പുള്ളി ആ ചെപ്പോക്കില് അതൊന്നും പറ്റും. ചെയ്യുന്നില്ല. ചെപ്പോക്കില് മിഡിൽ ഓവേഴ്സ് എറിയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് പറ്റും പുള്ളിയെ കൊണ്ട് ചെയ്യാവും, ഇല്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് അറിയോ, പുള്ളി ഒരു ഓഫ് സ്പിന്നർ ആണ്. ആവും. ഇടയ്ക്ക് ക്യാരം ബോളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ് സ്പിന്നർ ആണ്. പക്ഷെ പുള്ളി ചെയ്യുന്നത് എന്താ, ഓഫ് സ്പിൻ പുള്ളി ചെയ്യുന്നില്ല. ഓഫ് സ്പിൻ ബോളേ ചെയ്യുന്നില്ല, എന്തോ ചെയ്ത് പോവാണ് പുള്ളി ഇപ്പോൾ. പക്ഷെ ഇന്ന് പറയുന്നുണ്ട് എല്ലാവരും അയാള്. എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യമാണ്, ഇല്ല പുള്ളി ഒന്നുകിൽ 6 പുള്ളി ബോളും ക്യാരം ബോൾ ചെയ്യാണ്. പുള്ളിയുടെ ഒരു സ്റ്റാറ്റ് ഞാൻ കണ്ടത് ഇവിടെ പറഞ്ഞു കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എറിയുന്നത് ഒന്നെങ്കിൽ ഫുൾ ലെങ്ത് ആയിരിക്കും, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ടാണ് എറിയുന്നത്. പുള്ളി ആ ഒരു പെർഫെക്റ്റ് ഒരു ലെങ്ത്തിൽ, ഒരു വിക്കറ്റ് ടേക്കിംഗ് ലെങ്ത്തിൽ പുള്ളി എറിയുന്നില്ല. ഒരു ബൗണ്ടറി കിട്ടുമ്പോൾ ഫുൾ അടുത്ത അല്ലെങ്കിൽ കുറച്ച് ഷോർട്ടാണ്. ആ ഓവറിൽ പിന്നെയും ബൗണ്ടറികൾ വരുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. 3 ബൗണ്ടറികളൊക്കെ ഒരുമിച്ച് ഒരു ഓവർ വരുന്നത്. ഇതൊക്കെയാണ്. ഇന്നലെ ചെന്നൈയുടെ ഫസ്റ്റ് ഗോൾ മുതലുള്ള ഫീൽഡിലെ എനർജി ശ്രദ്ധിച്ചവർക്ക് അറിയാം. അവർക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട. കാരണം ഇന്നലത്തെ LSG ബോളിംഗ് ലൈനപ്പ് വീക്കാണ്. പിന്നെ ഋഷഭ് പന്ത് ക്ലൂലെസ് ആയിരുന്നു. പിന്നെ അവരുടെ ബാറ്റിംഗ് വീക്കായത്. ഋഷഭ് പന്ത് 40 പന്തിൽ 40 എങ്ങനെ, അവർക്ക് ഒരു ഘട്ടത്തിൽ 16 പന്തിൽ 27 ആളെങ്ങനെയാണ്. അയാൾ നല്ല രീതിയിൽ ഡോട്ട്സ് കളിച്ച്. അല്ല, പിന്നെ ഇന്നലെ വിക്കറ്റ് പോയത് മെയിൻ വിക്കറ്റ് നിക്കോളാസ് പൂറിന്റെ ആരും പറയാൻ, നിക്കോളാസ് പൂറൻ കളിച്ചില്ല എന്ന് തന്നെ ആയിപ്പോയി. ആ ഒരു ഒറ്റ ഓവർ കൊണ്ട് കളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോളാസ് പൂറൻ ഇത്രയും നാളും എന്ത് പറഞ്ഞാലും ഏത് കളിയിലും LSGയുടെ കളി എന്ന് പറയുമ്പോഴത്തേക്ക് നിക്കോളാസ് പൂറിന്റെ പേരവിടെ ഉണ്ടാവും. ഉം. ബട്ട് ഇന്നലെ അത് ഇല്ല, ആരും പറഞ്ഞു കേൾക്കാൻ പോലും ഇല്ല. പുള്ളി കളിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത രീതിയിലാക്കി കളഞ്ഞു. അയാൾ CSKക്കെതിരെ നല്ല സ്ട്രഗിളിംഗ് ആ. ഒരു ഇന്നിങ്സ് പറയാനുള്ളൂ. അല്ല, നിക്കോളസ് പൂറിന്റെ കാര്യം മാത്രമല്ല, ഡേവിഡ് മില്ലർ ഇന്നലെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് ഒരു ബോൾ പോലും പുള്ളി ഫേസ് ചെയ്തിട്ടില്ല. 0 ബോൾസിൽ 0 റൺസ് ആണ്. ഉം. ഷാർദുൽ താക്കൂർ ഒരു ബോൾ പോലും പുള്ളിക്ക് കൊടുക്കുന്നില്ല. ഷാർദുൽ താക്കൂർ എന്താണെന്ന് അറിയില്ല, ഇത്രയും സ്നേഹം CSKയോട്. സ്പൈ എന്നാണ് ഇന്നലെ ട്രോള്. താക്കൂറിന്റെ ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ലാസ്റ്റ് ഓവറൊക്കെ പതിരാനയൊക്കെ 10-2 ലാസ്റ്റ് ബോൾ എന്നിട്ട് വിക്കറ്റ് ആകണമായിരുന്നു. ആ അതെ, സിംഗിളൊക്കെ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ക്യാച്ച്. പോലും ആ മില്ലർ 5 പന്തില് ചിലപ്പോ 6 റൺസ് മാത്രം സ്കോർ ചെയ്യുന്നു. ബാക്കിയൊക്കെ 11 കൊടുക്കുന്ന എക്സ്ട്രാ റൺസ് ആണ്. 11 4 ഡോട്ട് എക്സ്ട്രാ ബോൾസ് 2 ബോളിലെ റൺസ് വരുന്നുള്ളൂ. പുള്ളി ആക്ഷൻ മാറ്റി, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇന്നലെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുകയും ചെയ്തു. 2022 നല്ല ഒരു സ്ട്രൈറ്റ് ആയിട്ടായിരുന്നു. കുറച്ചുകൂടെ ആംഗിൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അതെ. കുറച്ച് ആംഗിൾ മാറിയിട്ടുണ്ട്. അത് അറിയാം. അതിന്റെ വൈഡ് എറിയുന്നതിന്റെ കാര്യം ഇത് നമ്മളിപ്പം പുള്ളി ആക്ഷൻ മാറ്റി ഒരുപാട് എക്സ്ട്രാ വൈഡ് എറിയുന്നുണ്ട്. അത് ഇന്നലത്തെ മാച്ച് നല്ലപോലെ അത് എഫക്റ്റീവ് ആയിട്ടുണ്ട്. എനിക്കൊന്ന് ആക്ഷൻ മാറ്റിയിട്ടുണ്ട്. ബാക്കി മുന്നേ ഉള്ള കളിയുന്നതിനെക്കാട്ടിലും എന്തോ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പം വൈഡ്സ് കൂടുതലായിട്ട് എറിയുന്നത്. പക്ഷെ സ്റ്റിൽ ബെറ്റർ തന്നെയായിരുന്നു. ആ 3 6 പോയതുകൊണ്ട് മാത്രം അത്ര റൺസ് പോയത്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു 5 ബോളിന്റെ ഗ്യാപ്പിൽ സമതും പന്ത് കൂടെ. ബാക്കി നല്ല രീതിയിൽ തന്നെ അയാൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സ്റ്റിൽ പറഞ്ഞാല് എക്സ്ട്രാ ഒരു കോസ്റ്റ് ആണ്. അതെ, ഭയങ്കര ഒരു അതെ. കോസ്റ്റ് ആണ്. ഒരു പന്തിന്റെ ഇടയ്ക്ക് 3 വൈഡ് എറിയുന്നത് പ്രശ്നം തന്നെയാണ്. 3 റൺസ് പോകല്ല. സ്റ്റിൽ അയാൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നു തോന്നുന്നു. കാരണം 2 മത്സരങ്ങളല്ല ബാഡ് ആയിട്ടുള്ളൂ. അയാൾ തിരിച്ചു വരുന്നതാണ് വിശ്വാസം. പിന്നെ നൂറിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അയാള് കൊടുത്ത പൈസക്ക് കണ്ടിന്യൂസ് ആയിട്ട് പെർഫോമൻസ് ഓൾറെഡി ഡെലിവർ ചെയ്ത് കഴിഞ്ഞ്. വേറെ പലർക്കും 10 കോടി കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. 10ന്റെ അപ്പുറം 10 കിട്ടി കോടി ചെയ്യാം. മാത്രമല്ല, 18 കോടി കൊടുത്ത് റീറ്റെയിൻ ചെയ്ത പ്ലേയേഴ്സ് ഉണ്ട് CSKയിൽ. അതെ, അതെ. അവരെ അല്ല, പറ്റിയൊന്നും. പുള്ളി നമ്മുടെ ബോളിങ്ങും ഫീൽഡിങ്ങും മാത്രം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ അതെ, അതെ. ഇമ്പാക്റ്റ് ആയിട്ട് 14 പോലും ഇറങ്ങിയിട്ട് ഒരു വീശി ഒരു 2 സിംഗിൾ എങ്കിലും അടിക്കും. ഇതാണ് പ്രശ്നം. വേറൊരു ബോള് ഇനി മുട്ടാനില്ലെന്ന് കാണുമ്പോൾ മാത്രമേ അയാൾ അടിക്കുന്നത്. ഇനി മുട്ടാൻ ബോളില്ലെന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് അടിക്കുന്നത്. അതുവരെ അത് മുട്ടുന്ന അതും ആദ്യം സിംഗിൾ. അത് സിംഗിൾ. എന്തൊരു ഗതികേടാണ് ഈ CSK ടീമിന്റെ. കാരണം ആ RR മാച്ചൊക്കെ ഈസി വിന്നാണ്. ഋതുരാജിന് സ്ട്രൈക്ക് കൈമാറിയത് മതി. ഇയാള് കിടന്ന് ഡോട്ട് കളിക്കുന്ന 2. ഇവൻ പൈസ വാങ്ങി കളിക്കുന്ന പോലെ തോന്നുന്നു നമുക്ക്. 2 ഡോട്ട് കളിക്കുന്ന, മൂന്നാമത്തെ ബോൾ സിംഗിൾ കൊടുക്കുന്നു. ഋതുരാജ് അടുത്ത 2 ബോൾ 6 അടിക്കണം. ഇതവസ്ഥ. ഇന്നലെ ധോണി ഡൂബെ ഇന്നലെ ചെയ്തതും അത് തന്നെയാണ് കേട്ടോ. ഇന്നലെ ഡൂബെ ധോണിയോട് ചെയ്തതും അത് തന്നെയാണ്. അവസാനം പുള്ളി അത് ഫിനിഷ് ചെയ്തെന്ന് മാത്രം. അതെ, അതെ. ബട്ട് ഇന്നലെ ഇന്റൻഷനലി ജഡേജയെ നേരത്തെ ഇറക്കി വിട്ടാന്ന് തോന്നുന്നു. ലാസ്റ്റ് വരെ വേണ്ട, കൊണ്ടുവരണ, എനിക്ക് ബാറ്റ് ചെയ്യാൻ വയ്യ. എപ്പോഴും ജഡേജയും ധോണിയാണ് എപ്പോഴും വരുന്നത്. ഇന്നലെ എനിക്ക് തോന്നുന്നു ഡൂബയുടെ സൈഡ് ജഡേജ ആയിരുന്നെങ്കിൽ പോലും ആ ഫുൾ ടോസ് ഒന്നും മീറ്റ് ചെയ്യില്ല കേട്ടോ. ആ നോബോളൊക്കെ ജഡേജ ആയിരുന്നെങ്കിൽ ചിലപ്പോ അത് ബീറ്റനായാണ്. അത് ദുബെ ഹൈറ്റ് കൊണ്ട് മുതലാക്കിയതാണ്. ഹൈറ്റ് കൊണ്ട് മുതലാക്കിയതാണ്. അല്ലെങ്കിൽ കിട്ടില്ല. ജഡേജയെ കൊണ്ട് ഫുൾ ടോസ് അടിക്കാത്ത 2 പ്ലേയേഴ്സിൽ ഒരാള് ഡൂബയും ഒരാള് ജഡേജയാണ്. ബട്ട് ഇന്നലെ
ഡൂബയ്ക്ക് കിട്ടി. ഡൂബയ്ക്ക് എങ്ങനെയാ കിട്ടിയ? ഷർദൂൽ ആയതുകൊണ്ടായിരിക്കാം, സ്പൈ അവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ അവർക്ക് സ്പൈ ഉണ്ടല്ലോ ഇവിടെ ജഡേജ. പിന്നെ LSG ബാറ്റിങ്ങില് എന്താ പറയാ, ടോട്ടലി അവര് ദുരന്തമായിരുന്നു. അവർക്ക് ദുരന്തമായിരുന്നു മീൻസ് ഈ ഓവർടൺ ആസിയ ബോളർ വെറും മീഡിയ കോർ ബോളറാണ്. അവന് 2 സിക്സ് അടിക്കുന്നത്. സിക്സ് അടിക്കുന്ന ബോളൊക്കെ കണ്ട അവിടെ ഗ്രൗണ്ടിൽ പോയി അടിക്കാൻ തോന്നും. ഈ ബദോനി സിക്സ് അടിക്കുന്നത്, ബദോനി പിന്നെ സമതും വന്ന് അടിക്കുന്നതല്ലാതെ LSG ബാറ്റിംഗ് വൻ ദുരന്തമായിരുന്നു. മറ്റേ അവരുടെ PP സ്പെഷ്യലിസ്റ്റ് ആയ മാർച്ച് പോലും നേടുന്ന 25 പന്തില് 30 റൺസാണ്. പിന്നെ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള വേറൊരു സ്പെയിൻ ചെന്നൈക്ക് വേണ്ടി കളിച്ചിട്ടുള്ള അയാളും കളിക്കുന്നത് ആ 3 സിക്സിനപ്പുറത്തേക്ക് ദുരന്തം കളിയാണ്. അതൊക്കെ അല്ലല്ല, ചെന്നൈക്ക് നല്ല. സ്പൈ എന്ന് പറയാൻ പറ്റില്ല. പന്തിനെയും ജഡേജനെയും സ്പൈ എന്ന് പറയാൻ പറ്റില്ല. ആ, ശരിക്കും സ്പൈ ഷാർദുൽ താക്കൂറാണ്. പന്തും അതെ. ജഡേജയും എല്ലാ ടീമിനും വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. അതെ അതെ, ഇന്നലത്തെ മത്സരത്തിൽ ഷർദുൽ താക്കൂർ. താക്കൂർ പക്ഷേ ചില മത്സരങ്ങൾ നല്ല രീതിയിൽ കളിക്കും. താക്കൂറിനെക്കാളും ക്വാളിറ്റി കുറഞ്ഞ പ്ലേയേഴ്സ് വേറെ ടീമിലുണ്ട് പലരും. എന്തായാലും നല്ലൊരു ഗെയിമായിരുന്നു. CSK എനർജി കൊണ്ടുവന്നതിന് വലിയ ഉപകാരം. റിസൾട്ടുകൾ ഇനി പ്രതീക്ഷിക്കുന്നൊന്നുമില്ല, പോസിറ്റീവ് കിട്ടിയാൽ അത് ഉപകാരം എന്ന് മാത്രം. കാരണം ഈ ബാറ്റിംഗ് ലൈനപ്പ് വെച്ച് വിജയിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ബോളിംഗ് കൊണ്ട് മാത്രം വിജയിക്കൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. അത്ര എക്സ്ട്രാ ഓർഡിനറി ബോളിംഗ് ലൈനപ്പ് ഒന്നുമല്ല. ത്രിപാഠി അടുത്ത കളിയും കാണും, അതിലൊരു അതെ, മാറ്റമില്ല. എനിക്ക് ഒരു തോന്നുന്നു ക്യാച്ച് അടുത്ത എടുത്ത മത്സരം കൂടെ കൊടുക്കും. അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത ആള് വരും തോന്നുന്നു. വൻഷ് ബേദിയാണ് അടുത്ത അടുത്ത സീറ്റ് ഉറപ്പിച്ചിരിക്കുന്ന. വൻഷ് ബേദിയാണ്. പക്ഷെ മറ്റേ പയ്യൻ ഞാൻ കിടിലൻ അറ്റാക്കർ എന്ന് പറഞ്ഞു കിട്ടും. ഞാൻ ഒരു സ്റ്റാറ്റു ആൾ അറിയില്ല കേട്ടോ. വിജയ് ഹസാരെ നടന്ന സമയത്ത് പുള്ളിയുടെ പേര് പറഞ്ഞു കേട്ടു. ഓപ്പണറായിട്ട് വിജയ് ഹസാരയിൽ നല്ല ബ്ലിസ്റ്ററിംഗ് നോക്കൊക്കെ സൗരാഷ്ട്രക്കെതിരെയും പിന്നെ നാഗാലാൻഡ് പിന്നെ തീരെ വീക്ക് ടീമാണ്. സൗരാഷ്ട്ര അത് ടീമാണ്. വലിയ കാര്യമാക്കണ്ട. അത് 117 ബോളിൽ എങ്ങാണ്ട് 150 പ്ലസ് എങ്ങാണ്ട് അടിക്കുന്നു. 180 160 എങ്ങാണ്ട് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെഞ്ചുറി സൗരാഷ്ട്ര നല്ല ബോളിംഗ് ആണ്, അവരുടെ കൂടെ അടിക്കുന്നുണ്ട്. അതും 100+ സ്ട്രൈക്ക് റേറ്റ്, 110-20 സ്ട്രൈക്ക് റേറ്റിലാണ് ODI കളിച്ചിട്ടുള്ളത്. ബട്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു T20 മത്സരം പോലും പുള്ളി കളിച്ചിട്ടില്ല. ഒരു ഡൊമസ്റ്റിക് T20 പോലും കളിച്ചിട്ടില്ല ഇതുവരേക്കും. പുള്ളി ഇറങ്ങാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം CSK കുറച്ച് പഴിപ്പിച്ചിട്ടേ ഇറക്കുള്ളൂ. അതെ അതെ, റഷീദ് പോലും പഴുത്ത് കഴിഞ്ഞ് പഴുപ്പ് പഴുത്തത് മാത്രമല്ല, കൊഴിയാ ഒരു. റഷീദ് ഇറങ്ങാൻ കാരണം വേറെ എനിക്ക് ടീം തോന്നുന്നത് കളിക്കും. റഷീദ് ഇറങ്ങാൻ കാരണം ആ വിമർശനങ്ങളാണ്. പിന്നെ പ്ലേ അല്ല, ഓഫ് അത് ഇറക്കില്ല. കിട്ടില്ലെന്ന് ഉറപ്പുള്ള അവസ്ഥ തരണം. എന്നാൽ പോലും കരുൺ നായരൊക്കെ ബേസ് പ്രൈസിലെ പോകുന്നത് അത്ഭുതമാണ്. കാരണം ഇത്രയും ഫോമിലുള്ള ഒരു പ്ലെയറെ CSK നോക്കുന്ന പോയില്ല. റോബിൻ ഉത്തപ്പനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ CSK ഇയാൾ എടുക്കുക. കാരണം ടെക്നിക്കലി അത്രയും സൗണ്ടഡ് ബാറ്റർ ആണ് കരുൺ നായരൊക്കെ. അത്ര എക്സ്പ്ലോസീവ് ആയിട്ട് നമുക്ക് അങ്ങനെ മുന്നിൽ അത്ര പ്രൂവൻ പ്ലെയർ ഒന്നുമില്ലെങ്കിൽ പോലും IPL പോലും ആൾക്ക് 27 പന്തില് 53, 30 പന്തില് 55 അങ്ങനത്തെ റൺസ് ഉണ്ട്. അതൊക്കെ നല്ല ഇന്നിങ്സുകളല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്ലെയറെ CSK ബേസ് പ്രൈസിന് കിട്ടുമായിരുന്നു പോലും വിട്ടുകളഞ്ഞതൊക്കെ വൻ മണ്ടത്തരാണ്. മേ ബി അവരുടെ റഡാറിൽ ഉണ്ടായിരുന്നിരിക്കില്ല ഒരു. റണ്ണില് ഉണ്ടായിരുന്നത് ഇവനേക്കാരല്ലേ, ശങ്കറും മറ്റേ ഹൂഡിയും ത്രിപാഠിയൊക്കെ ആയിരിക്കും നല്ല പ്ലേയേഴ്സ്. വല്ലാത്തൊരു റഡാറാണ്. ബാക്കി എല്ലാ ടീംസും എങ്ങനെയെങ്കിലും ടീമിനെ റീബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവര് പഴയ ടീമിനെ വീണ്ടും വിളിച്ചെടുത്തിട്ട് ഒരു പഞ്ചാബിന്റെ റഡാർ എക്സ്ട്രീമും ആണ്, ചെന്നൈയുടെ റഡാർ നേരെ ഓപ്പോസിറ്റും ആണ്. നാളത്തെ മത്സരം ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് ആണ്. ഡൽഹിയിൽ വെച്ചിട്ടാണ് മത്സരം. ഡൽഹി അൺബീറ്റൻ ആയിരുന്നു കഴിഞ്ഞ മത്സരം മുംബൈയോട്. അവര് അവസാനം ഒരു ഹാട്രിക് റൺഔട്ട്, അത് കാരണം ഡൽഹി ലാസ്റ്റ് ചോക്ക് ചെയ്ത ഒരു മാച്ചാണ്. ടൂർണമെന്റിലുടനീളം നല്ലൊരു സുപ്രീമസി കാണിച്ചിട്ടുള്ള ഒരു ടീമാണ് ഡൽഹി. ഓൺ ദി അതർ ഹാൻഡ് രാജസ്ഥാൻ ആദ്യത്തെ 3 മാച്ച് പിറകെ ലീഡ് ചെയ്തു. പിന്നെ സഞ്ജുവിന്റെ തിരിച്ചു വരവ്, 1-2 മാച്ചസ് അവിടെ ഇവിടെയൊക്കെ എടുത്തു തോറ്റു. എന്തായാലും നാളത്തെ മാച്ചിനെ കുറിച്ച് പ്രഡിക്ഷൻ? ഞാൻ ഡൽഹിയോടൊപ്പം. ഡൽഹി കഴിഞ്ഞ മത്സരം തോറ്റത് നോക്കുന്നില്ല, അവർ വിജയിക്കേണ്ട ഗെയിമായിരുന്നു. ചോക്കിംഗ് ആയിരുന്നു. സ്റ്റിൽ ത്രൂ ഔട്ട് ദ സീരീസ് അവർ പുറത്തെടുക്കുന്നത് പക്ക നല്ല ബാറ്റിംഗ്, ക്ലാസ് ബാറ്റിംഗ് ആണ്. ബോളിംഗ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ IPL ഏറ്റവും മികച്ച യൂണിറ്റുകളിൽ ഒന്നാണ് ഡൽഹി. സോ ഡൽഹിക്കൊപ്പം തന്നെ പോകും. രാജസ്ഥാന് നല്ല രീതിയിൽ ഫ്ലോസ് ഉണ്ട്. അവരത് മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമം പോലും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. പിന്നെ രാഹുൽ ദ്രാവിഡാണ് ഒരു കോച്ച്. രാഹുൽ ദ്രാവിഡ് കോച്ച് വന്നവിടെ തന്നെ ഞാൻ സീസണ് മുന്നേ തന്നെ അവരുടെ പ്രതീക്ഷകൾ മോശമായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം പ്ലേ ഓഫ് കിടക്കില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ ഡൽഹിയുടെ കൂടെയാണ്. കാന്താര കളിക്കണം. കാന്താര കളിച്ചാൽ കാന്താര ലോകേഷ് രാഹുൽ കളിക്കണം. കഴിഞ്ഞ കളി പോലെ ഈ ടീമിന് ഒരു ബാധ്യതയായിട്ട് ഔട്ടായി പോയി കഴിഞ്ഞാൽ രാജസ്ഥാന്റെ ചാൻസ് ആവും. കാന്താര കളിക്കണം. കാന്താര കളിച്ചാലേ ജയിക്കാൻ പറ്റുള്ളൂ. കാന്തരൊക്കെ നിന്ന് ഞാൻ പറയുന്നത് രാജസ്ഥാൻ ജയിക്കുമെന്നാണ്. രാജസ്ഥാൻ വിജയിക്കും എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് നാളെ സഞ്ജുവിന്റെ ഒരു മാസ്റ്റർ ക്ലാസ്, സഞ്ജുവിന്റെ ഒരു അഴിഞ്ഞാട്ടമായിരിക്കും നാളെ കാണാൻ പോകുന്നത്. അതിന്റെ ഒരു ഔട്ട് ഓഫ് നോ ബ്രെയിനർ പ്രഡിക്ഷൻ ആണ്. രാജസ്ഥാൻ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ആദ്യത്തെ കളികളിലൊക്കെയാണ് അഴിഞ്ഞാട്ടം കാണാറ്, ആദ്യത്തെ കുറച്ച് മാച്ചസിൽ. ഞാൻ ദേവിന്റെ പ്രൊഡിക്ഷന് കോൺഫിഡന്റ് ആയിട്ട് പറയാം. സഞ്ജു നാളെ മിക്കവാറും കുൽദീപിന്റെ പന്തിൽ ഔട്ടാവും. നേരെ തന്നെ കുൽദീപ് പന്ത് കൊടുത്താല്. കുൽദീപ് നല്ല ഫോമിലായി സീസൺ. നാളെ ഡൽഹി ജയിക്കുമെന്നാണ് സഞ്ജയും ഷിഹാബും പറയുന്നത്. ഐ എം ഗോയിങ് വിത്ത് രാജസ്ഥാൻ റോയൽസ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കീപ് സപ്പോർട്ടിങ് us. താങ്ക് യു.